ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, പൈശാചികമാകട്ടെ, ഏത് പ്രയാസങ്ങൾക്കും പരിഹാരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നിർദ്ദേശിച്ച വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തിയ അത്ഭുതകരമായൊരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാ, വിഷമങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെയും ഈ സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ഒരു മൂടപ്പെട്ട നിധിയായിരുന്നു. പരിശുദ്ധമായൊരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, കുന്തു കൻസം മഖ്ഫിയ, ഞാനൊരു മൂടപ്പെട്ട് കിടക്കുന്ന നിധിയായിരുന്നു. ഫഅറത്തു അൻ യുഅറഫ, അങ്ങനെ ഞാൻ അറിയപ്പെടാൻ ഉദ്ദേശിച്ചു. ഞാൻ അറിയപ്പെടാൻ ഉദ്ദേശിച്ചപ്പോൾ ഫഖലഖതുൽ ഖലായിക കുല്ലഹ, എല്ലാ സൃഷ്ടികളെയും ഞാൻ സൃഷ്ടിച്ചു. അപ്പൊ അള്ളാഹു അറിയപ്പെടണം, അള്ളാഹുവിനെ സ്മരിക്കപ്പെടണം, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ഏറ്റവും മർമ്മപ്രധാനമായ രഹസ്യം എന്നുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സൃഷ്ടിപ്പിൻ്റെ രഹസ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ ദിക്ർ ചൊല്ലണം. എത്രയോ ദിക്റുകൾ അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെയുള്ള എത്ര സന്ദർഭങ്ങൾ, ഉണരുമ്പോൾ ദിക്ർ, ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്ർ, ടോയ്ലറ്റിൽ പോകുമ്പോൾ ദിക്ർ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദിക്ർ, വസ്ത്രം ധരിക്കുമ്പോൾ ദിക്ർ, കണ്ണാടി നോക്കുമ്പോൾ ദിക്ർ, വാഹനം കയറുമ്പോൾ ദിക്ർ, അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ ദിക്ർ, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ദിക്ർ, ഭക്ഷണം പാകം ചെയ്യുമ്പോഴുള്ള ദിക്ർ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദിക്ർ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള ദിക്ർ, ഉറങ്ങുമ്പോഴുള്ള ദിക്ർ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ദിക്ർ, ഇങ്ങനെ തുടങ്ങി എത്രയോ ദിക്റുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത്ഭുതകരമായൊരു ദിക്ർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഈ ഒരു ദിക്ർ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ അടുക്കള ജോലി ചെയ്യുമ്പോൾ, അതുപോലെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ, അതുപോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയങ്ങളിൽ ഒക്കെ ഈ ദിക്ർ അധികരിപ്പിക്കാവുന്നതാണ്. എണ്ണമൊന്നും നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല, അധികരിപ്പിച്ചാൽ മതി. ഈ ദിക്ർ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അത്ഭുതകരമായ 3 നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. ഒന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നു, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും. സാമ്പത്തികമായ പ്രയാസമാകട്ടെ, ജോലിയില്ല, അല്ലെങ്കിൽ വരുമാനമില്ല, അല്ലെങ്കിൽ കടമാണ്, പട്ടിണിയാണ്, കിട്ടുന്നത് തികയുന്നില്ല, എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല, സാമ്പത്തികമായ പ്രയാസമാകട്ടെ, അല്ലെങ്കിൽ ശാരീരികമായ പ്രയാസമാകട്ടെ, കാൽമുട്ട് വേദന, അല്ലെങ്കിൽ പല്ലുവേദന, അല്ലെങ്കിൽ വയറുവേദന, അല്ലെങ്കിൽ തലവേദന, എത്ര ഡോക്ടറെ കണ്ടിട്ടും മാറുന്നില്ല, പറയുന്നവരില്ലേ, തലവേദനയാകട്ടെ, ശാരീരികമായ പ്രയാസമാകട്ടെ, അല്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവമാകട്ടെ, സിഹ്റുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും, കുടുംബജീവിതം തകർന്നവരുണ്ടാവും, ബിസിനസ് തകർന്നവരുണ്ടാവും, ഏതുമാകട്ടെ, സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ എല്ലാ വിഷമങ്ങൾക്കും ഈ ദിക്ർ പരിഹാരമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ നേട്ടം അതാണ്. രണ്ടാമത്തെ നേട്ടം മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ടെൻഷനിൽ നിന്നും അവന് മോചനമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട്,
നിലവിലുള്ള അവസ്ഥകളെക്കുറിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട്, ടെൻഷൻ അടിക്കുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്. വരാനിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ആദിയോടെ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട്. ടെൻഷൻ ഏതുമാകട്ടെ, മരണപ്പെട്ട വിഷയങ്ങളാവട്ടെ, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളാകട്ടെ, മക്കളെ കെട്ടിക്കാനുള്ള വിഷയമാകട്ടെ, കുടുംബപരമായ വിഷയമാകട്ടെ, നമ്മുടെ ജീവിതത്തെ പിടിമുറുക്കിയ ടെൻഷൻ നമ്മെ രോഗിയാക്കും. അനാവശ്യമായി നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ടെൻഷൻ മാറിക്കിട്ടാൻ ഈ ദിക്റിൽ പരിഹാരമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ മൂന്നാമത്തെ നേട്ടം എന്നുള്ളത് വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നമ്മൾ പോലും വിചാരിക്കാത്ത മാർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. എന്താ റിസ്ക് എന്ന് പറഞ്ഞാൽ? മാ യഹ്താജു ഇലൈഹി, മനുഷ്യന് ആവശ്യമുള്ളതിനൊക്കെ റിസ്ക് എന്ന് വിളിക്കാം. ഭക്ഷണത്തിലേക്ക് മനുഷ്യന് ആവശ്യമാണ് റിസ്ക് എന്ന് വിളിക്കാം. വസ്ത്രത്തിലേക്ക് ആവശ്യമാണ് റിസ്ക് എന്ന് വിളിക്കാം. വീട്, പാർപ്പിടം, വീടില്ല എന്ന് പറയുന്നവരില്ലേ, ഈ ദിക്ർ ചൊല്ലിയാൽ മതി. പാർപ്പിടം മനുഷ്യന് ആവശ്യമാണ്, പാർപ്പിടത്തിന് റിസ്ക് എന്ന് വിളിക്കാം. വാഹനം മനുഷ്യന്മാരുടെ ഒരു വലിയ ആഗ്രഹമാണ്, സ്വപ്നമാണ്. വാഹനം ഒരു സ്വന്തമാക്കാനുള്ള പ്രതീക്ഷയോടെ പണം സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കുമ്പോൾ മറുഭാഗത്ത് കൂടി ചോർന്നു പോകുന്നു. പ്രയാസങ്ങൾ പറയുന്നവരില്ലേ, ഇൻഷാ അല്ലാഹ് വാഹനം ഒരു മനുഷ്യന് ആവശ്യമുള്ളതാണ്, വാഹനത്തിന് റിസ്ക് എന്ന് വിളിക്കാം. ഇങ്ങനെ കുടുംബം, മക്കളില്ലാത്ത ആളുകൾ, മക്കൾ റിസ്ക്കാണ്, മക്കൾക്കും റിസ്ക് എന്ന് പറയാം. ഇങ്ങനെ തുടങ്ങിയ മനുഷ്യന് ആവശ്യമുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ ആ വസ്തുക്കൾക്കൊക്കെ നമുക്ക് റിസ്ക് എന്ന് വിളിക്കാം. അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാർഗ്ഗങ്ങൾ തുറന്നു തരാൻ, സാമ്പത്തികമായ പുരോഗതി നൽകാൻ, ഭക്ഷണത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, വീടില്ലാത്തവർക്ക് വീട് നൽകാൻ, വാഹനമില്ലാത്തവർക്ക് വാഹനം നൽകാൻ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകാൻ, റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനും ഈ ദിക്ർ മതിയെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഏതാണ് ദിക്ർ എന്നറിയോ? നമ്മളൊക്കെ ചൊല്ലുന്ന ദിക്റാണ്, നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ്, അത്ഭുതകരമായ ദിക്റാണ്. മുത്തുനബി തങ്ങളും പഠിപ്പിച്ചു, അല്ലാഹുവിൻ്റെ ഖുർആനും പഠിപ്പിച്ചു. ആദ്യം നമുക്ക് ഹദീസ് വായിക്കാം. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദിക്കിൻ മഖറജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും, എല്ലാ ദുഃഖങ്ങളും അല്ലാഹു മാറ്റിത്തരും. അവൻ പോലും വിചാരിക്കാത്ത രൂപത്തിൽ കണക്കല്ലാത്ത റിസ്ക് അല്ലാഹു നൽകുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഇസ്തിഗ്ഫാറിൻ്റെ ഏറ്റവും മനോഹരമായ ചെറിയൊരു രൂപമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാർ നാം അധികരിപ്പിച്ചാൽ മതി, അല്ലാഹു നമുക്ക് ഈ മൂന്ന് നേട്ടങ്ങൾ തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരും. ആകാശലോകത്തു നിന്ന് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഴ, റഹ്മത്തിൻ്റെ അമരവർഷം അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തരും. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ നൽകും. സാമ്പത്തികമായ ഐശ്വര്യം, അഭിവൃദ്ധിയും അല്ലാഹു നമുക്ക് നൽകുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലാഹു നമ്മുടെ ടെൻഷനുകൾ മാറ്റട്ടെ. ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റട്ടെ. ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.